എന്തായാലും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. ഓരോ കാര്യം 100 കാര്യമായിട്ട് വീട്ടിലിരുന്ന ആൾക്കാരെ ഒരു കാര്യവും ഇല്ലാതെ ബസ് കയറി അല്ലെങ്കിൽ അവരവരുടെ വണ്ടികളിൽ എന്തിനായാലും യാത്ര ചെയ്ത് ഏതെങ്കിലും ഒരു സ്കൂളോ കോളേജോ ഒക്കെ പോയി കണ്ടിട്ട് ഒരു കാര്യമില്ലാതെ തിരിച്ചു വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നില്ലേ, അതിന് വളരെയധികം നന്ദിയുണ്ട്. വേറെ ആർക്കും അല്ല, നമ്മുടെ പ്രിയപ്പെട്ട കേരള PSCക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അതോറിറ്റിയേക്കും എല്ലാവർക്കും വളരെ നന്ദി. നല്ല ബോധിച്ചിട്ടുണ്ട് കേട്ടോ. എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. കാരണം എന്താണ്ട് ഞാൻ ഇടമകളിൽ കൊടുത്തേക്കാമേ. അപ്പൊ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ആദ്യമായിട്ടല്ലല്ലോ, കുറെ തവണയായിട്ട് ചെയ്യല്ലേന്ന്. അത് എക്സാം റദ്ദാക്കുന്നത്, എക്സാം മാറ്റി വെക്കണമെന്നൊന്നും ഒരു പ്രശ്നമായിട്ടൊന്നും ഞാൻ പറയണില്ല. അത് മിക്ക ഇതിലും നടക്കണത് തന്നെ. പക്ഷെ അതൊക്കെ അറിയിക്കേണ്ട ഒരു സമയമുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു മാന്യതയുണ്ട്. ഇതൊക്കെ എഴുതാൻ വരുന്ന ആൾക്കാർ ഒരു ജോലി ഇല്ലാതെ വീട്ടിൽ ചുമ്മാ കിടന്ന് ഉറങ്ങുമ്പോൾ നിങ്ങൾ പറയുന്ന സമയത്ത് തോന്നുമ്പോൾ ഒന്ന് ചെയ്യാനുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾക്കൊരു ചിന്താഗതിയുണ്ട്. അതങ്ങ് മാറ്റിക്കോളണം കേട്ടോ. കാര്യം 100 കാര്യത്തിനിടയ്ക്കാണ് ഓരോരുത്തർ PSC എന്ന് പറഞ്ഞ് കുത്തിയിരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് വരണത്. ഉച്ചയ്ക്ക് 1:30 എക്സാം വെച്ചാൽ രാവിലെ ഇറങ്ങും വീട്ടിൽ നിന്ന് എഴുതാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നട്ടുച്ചയ്ക്ക് ഓടിപ്പടച്ച് അവിടെ ചെല്ലുമ്പോൾ 1:30 എക്സാമിന് 1 മണിക്കാണ് പറയണത് എക്സാം മാറ്റി, എക്സാം റദ്ദാക്കിയത്. എന്തൊക്കെ തന്നെ കാരണങ്ങൾ പറഞ്ഞാലും അത് ന്യായീകരിക്കാൻ പറ്റുന്ന കാരണങ്ങളൊന്നും അല്ല കേട്ടോ. വളരെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പറ്റൂലെങ്കിൽ ഇത് നിർത്തിയിട്ട് പോകണം. ഈ ജോലി നിർത്തിയിട്ട് വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം, കഴിവുള്ളവരെ ഏൽപ്പിക്കണം. അല്ലാതെ ഇങ്ങനെയല്ല കാണിക്കേണ്ട. പറയേണ്ടെന്ന് വിചാരിച്ചതാണ്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യവും സങ്കടം തോന്നിയിട്ടാണ് ഞാൻ പറയുന്നത്. അവിടെ ചെന്ന് എക്സാം സെന്ററിൽ കയറി ഇരുന്ന് ക്ലാസ്സിലും കയറി ടീച്ചേഴ്സ് രജിസ്റ്റർ നമ്പർ ഒട്ടിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ 1 മണിക്കാണ് നോട്ടിഫിക്കേഷൻ ടീച്ചേഴ്സിനായിട്ട് വരുന്നത് റദ്ദാക്കിയിരിക്കുന്നത്. നല്ല നല്ല പ്രവർത്തനമാണ്, അഭിനന്ദനാർഹമായ പ്രവർത്തന രീതിയാണല്ലോ അത്. ഇതിപ്പോ എന്താ പറയാ, നമ്മുടെ രാജ്യത്തിൽ ഈ വിദ്യാഭ്യാസ രീതി, തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒരു മനുഷ്യൻ ഡൽഹി കിടന്ന് പട്ടിണി കിടക്കണം, അവിടെ ഇവിടെ ആരും മൈൻഡ് ആക്കണം പോലുമില്ല. കാരണം അത് നമുക്ക് നേരെ വന്ന കാര്യമല്ലല്ലോ. ഇന്നിപ്പോൾ ഈ കാര്യമായാലും ഇന്ന് ഉച്ചയ്ക്ക് എക്സാം എഴുതാൻ പേർക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പൊ അതും എഴുതാൻ പേർക്കേ ഉള്ളൂ, വേറെ ആരെയും ബാധിക്കുന്നില്ല. അത് അതുകൊണ്ട് വേറെ ആർക്കും പ്രശ്നമില്ല. എന്ന് നമുക്ക് നേരെ അത് വരുമോ അന്നേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഇനി അടുത്ത എക്സാം ഡേറ്റ് ഇതുപോലെ വളരെ നേരത്തെ തന്നെ അറിയിക്കണം കേട്ടോ. കാര്യം രാവിലെ ഉറക്കണിച്ചിരുന്നിട്ട് ഇരുന്ന് എഴുതുന്ന എക്സാം ആണല്ലോ PSC. അതുകൊണ്ട് 10 മിനിറ്റ് മുമ്പ് അറിയിച്ചാലും മതി, നമുക്ക് എഴുതാം. എന്തായാലും ഗുഡ്, നന്നായിട്ടുണ്ട്. കീപ് ഗോയിങ്.